ഹലോ, ഞാനിന്നൊരു ഒഴിച്ചു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിലൊക്കെ ഒഴിക്കാൻ പറ്റിയ ഒരു തക്കാളിക്കറിയാണ്. പിന്നെ അതിലൊരു ഒരു വലിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെറുതാക്കുമ്പോൾ കുറച്ച് കുരുവൊക്കെ വരും. ആ കുരുവൊക്കെ ഞാൻ കളയും കേട്ടോ. അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ വളയം വെള്ളരിക്കയും കൂടെ കൊച്ചാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിക്കും. വെന്ത് കഴിയുമ്പം ഒന്ന് ഉടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ട അരപ്പ്, ഇത് 1 കപ്പ് തേങ്ങയുണ്ട്. 1 കപ്പ് തേങ്ങ, ഒരു 2 ഉള്ളി, ചെറിയ ഉള്ളിയാണ്, 2 ചെറിയ ഉള്ളി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ജീരകം, കരിവേപ്പില. ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ അരയ്ക്കും. പിന്നെ അരച്ചത് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് കുറച്ച് പുളിയുള്ള തൈര് ഞാൻ ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ചേർത്ത് പുളി നോക്കിയിട്ട് ഇത് എത്ര വേണമെന്ന്. ഇപ്പം ഏകദേശം ഇത്രയും തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടച്ച്. തൈരും ചേർത്ത് ഉപ്പും ഒക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കടുക് ഇറക്കും. കടുക് ഇറക്കുമ്പോൾ കടുകിൻ്റെ കൂടെ ഉലുവ ഇടണം നല്ലപോലെ, വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉള്ളി, കരിവേപ്പില. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് വേകാൻ വയ്ക്കാം. നമ്മളിതിൽ വേകാനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് തീ കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും മുളക് പൊടി, ഇത് നമ്മൾ വേകാൻ വയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് കുറയ്ക്കാം, ഒന്ന് അടച്ചും വയ്ക്കാം. ഇത് നല്ലപോലെ വേകണം. വെന്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഉടച്ചിട്ടാണ് അരപ്പൊക്കെ ചേർക്കുന്നത്. നമ്മുടെ തക്കാളിയും വെള്ളരിക്കയൊക്കെ നല്ലപോലെ വെന്തപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക അതിലോട്ട്. ഈ സമയത്ത് ഞാൻ മിക്സിയിൽ നല്ലപോലെ തേങ്ങ അരച്ച് വെച്ചായിരുന്നു. അപ്പം അരച്ച് മിക്സി കഴുകിയ ആ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ആദ്യം ചേർക്കും. ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് അരപ്പി ചേർക്കാം. നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പി ചേർക്കുക. അരപ്പ് നല്ലപോലെ ചേർത്തിളക്കുക. തിളച്ചപ്പോഴേ ഞാനങ്ങ് തീ ഏറ്റവും താഴത്ത് ആക്കിയിരിക്കുക. എന്നിട്ട് ഈ പുളിയുള്ള ഉടച്ച തൈര് ചേർക്കുക. നമ്മളൊരു 2-3 സ്പൂൺ ഒഴിച്ചിട്ടൊന്ന് അതിൻ്റെ പുളി നോക്കണം. ഇച്ചിരി പുളിയുള്ള തൈരായത്. ഇച്ചിരി പുളി കുറവ് തോന്നി. അപ്പം ഞാനൊരു 3 സ്പൂണും കൂടെ, ഇപ്പോൾ ടോട്ടലൊരു 6 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുക് വറക്കാം. ഇനിയിപ്പോൾ നമ്മൾ കടുകും ഉലുവായും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം കൂടെ കടുക് വറുക്കുവാണ്. വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട്. ഇപ്പം ഞാൻ ഒരു 1/4 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് കടുക് പൊട്ടിത്തുടങ്ങിയത് കൊണ്ട് 2 സ്പൂൺ ഉലുവായിട്ട്. ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് അതിലോട്ട്. തീ ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ്. ഈ കുറച്ചുകൊണ്ട് ഉള്ളി ഇങ്ങനെ മൂക്കുന്നേ ഉള്ളൂ. മൂത്ത് തുടങ്ങി. അപ്പം നമ്മൾ 2 വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇതിലോട്ട് നമ്മൾ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കും. നമ്മുടെ കറിയൊക്കെ റെഡിയായി.
ഇതാ നമ്മുടെ തക്കാളി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണിത്. നല്ല ഉലുവായും ഉള്ളിയൊക്കെ ഇട്ട് കടുവറുത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.